നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ ഈ പുതിയ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. എന്നോട് നീ ക്ഷമിക്കുകയില്ലേ? ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഈ വ്യക്തി നേടിയെടുത്തു. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഈ വ്യക്തിക്ക് തെറ്റുകൾ സംഭവിച്ചു. അതെ, ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും അതുപോലെ കമന്റ് ചെയ്യുവാനും മറക്കരുത്. തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്, ഒരവസരം കൂടി എനിക്ക് നീ ഒന്ന് തന്നൂടെ, നിനക്കൊന്ന് തന്നൂടെ എന്ന് ചോദിക്കുന്ന, വളരെയധികം അസ്വസ്ഥമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഊർജം തന്നെയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു ചീട്ട് കൊട്ടാരം പോലെ ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ചീട്ട് കൊട്ടാരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു കാറ്റോ അങ്ങനെ എന്തെങ്കിലും എനർജി വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തകർന്നു വീണടിഞ്ഞു പോകും. ഈ വ്യക്തി കൃത്യമായിട്ട് ഈ പ്രണയബന്ധത്തിൽ ഒരു തറക്കല്ല് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ വൃത്തിയാക്കി വെച്ചില്ല, അതായത് അടിത്തറ ശരിയാക്കി വെച്ചില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അടിത്തറയാണല്ലോ എന്ത് കാര്യവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ഉയർന്നു വരാൻ സഹായിക്കുന്നത്. മുന്നോട്ട് ഉയർന്നു വരുന്ന കാര്യം അത്രത്തോളം പവർഫുൾ ആകണമെങ്കിൽ ബലപ്പെടേണ്ടതിന് തീർച്ചയായിട്ടും അടിത്തറ പവർഫുൾ ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. ആ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ ഈ പേഴ്സൺ ശ്രമിച്ചിരുന്നില്ല. ഇത് തന്നെയാണ് ഈ വ്യക്തിക്ക് പാളിപ്പോയിട്ടുള്ള കാര്യങ്ങൾ. ഈ പ്രണയബന്ധത്തിൽ പല രീതിയിലും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ പല വിധത്തിലും ഈ വ്യക്തിയെ നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കുവാനും ഉപദേശിക്കുവാനും ഒക്കെ ശ്രമിച്ചു. പക്ഷെ അതിലേക്കൊന്നും ഈ പേഴ്സൺ പ്രാധാന്യം നൽകുകയോ താല്പര്യപ്പെടുകയോ നിങ്ങളുടെ പ്രാധാന്യം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് വില കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. വളരെ തന്നിഷ്ടം ചെയ്യുന്ന വ്യക്തിയും അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു സ്വഭാവ പ്രകൃതവുമുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഈ വ്യക്തി. പല കാര്യങ്ങളിലും മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ, സൗഹൃദങ്ങൾ, മോശപ്പെട്ട രീതിയിലുള്ള ഉപദേശങ്ങൾ, നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ ശ്രമിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മറ്റുള്ളവരുടെ സാന്നിധ്യം നല്ല രീതിയിലുണ്ട് എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാകാം, ഈ ഒരു പ്രണയബന്ധത്തിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഉള്ളത് എന്നുള്ളത്. ഒരിക്കലുമല്ല. മറ്റു പല ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം ഇവിടെ നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിയുന്നു. പക്ഷെ അതൊരിക്കലും താനെ കയറി വന്നതല്ല, താനെ അവർ നിങ്ങൾക്കിടയിലേക്ക് കയറി വന്നതല്ല. ഈ പേഴ്സൺ സ്വന്തം മനസ്സോട് കൂടി തന്റെ മണ്ടത്തരം അല്ലെങ്കിൽ പൊട്ടബുദ്ധിയിൽ തോന്നിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് അവരെ ഈ വ്യക്തി തന്നെ ക്ഷണിച്ചു വരുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ പേഴ്സൺ ഒരു പുരുഷനാണെങ്കിൽ ഒരുപാട് സ്ത്രീകളുമായിട്ട് കൂട്ടുകൂടുന്നതായി നമുക്കിവിടെ കാണാം. നേരെ തിരിച്ചാണെങ്കിൽ അതങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്, നിങ്ങൾ ഒരുപക്ഷെ ഒരു ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ ലവറോ ആയിരിക്കാം. ഏതൊരു സാഹചര്യമാണെങ്കിൽ പോലും ഈ വ്യക്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യവും ഇപ്പോൾ ഈ വ്യക്തിക്ക് വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ സാധിക്കുന്നില്ല. അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധം തന്നെയാണ്. ഇത് അത്രമാത്രം നിലം പതിച്ചു പോയിരിക്കുന്നു. ഇത് നിലനിർത്തുവാൻ വേണ്ടി ഈ വ്യക്തി പലതരത്തിലുള്ള തന്ത്രപ്പാടുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഷ്ടപ്പാടുകൾ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, ഒരുപക്ഷെ നിങ്ങളുടെ കാല് പിടിക്കാൻ വരെ തയ്യാറാകുന്നു. പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ ഒരു നെഗറ്റീവ് ഊർജം വന്നു ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പരിപൂർണമായിട്ടും നിങ്ങളിലേക്ക് വരുവാൻ സാധിക്കുന്നില്ല. നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്നും കാര്യങ്ങളെ കുറച്ചും കൂടി ഗൗരവമായിട്ട് കാണണമെന്നും ഒക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി തയ്യാറാകുന്നുണ്ട്. പക്ഷെ എപ്പോഴൊക്കെയോ ജീവിതത്തിന്റെ ഏതോ ഒരു സായാഹ്നത്തിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു കയറി വന്നിട്ടുള്ള ഒരുപാട് വിജയങ്ങൾ കാരണം ആ വിജയത്തിലേക്ക് മുങ്ങി ലയിച്ചു പോവുകയാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രണയബന്ധത്തിനോ യാതൊരു തരത്തിലുമുള്ള സ്ഥാനവും ഇല്ലായിരുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം
മനസ്സ് കീറി മുറിച്ച് കളയുന്ന വേദനയോടുകൂടി വിഷമിച്ചിട്ടുണ്ട്. പലവരോടും നിങ്ങളുടെ വിഷമം പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ മറ്റു ചിലർ സ്വന്തം വിഷമങ്ങൾ മറ്റുള്ളവരായി പങ്കുവെക്കുന്നവരല്ല, എല്ലാം ഉള്ളിൽ തന്നെ സ്വയം ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ തീർത്തും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി പലതരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നിപ്പോൾ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ചെവി കൊടുക്കുന്നില്ല, നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല, ഈ വ്യക്തിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. നിങ്ങളിപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം. കാരണം ഇത്രയും കാലം ഈ വ്യക്തി നിങ്ങളുടെ പുറകെ, ക്ഷമിക്കുക, നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടന്നു. പക്ഷെ ഈ വ്യക്തി യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും നിങ്ങൾക്ക് തന്നിരുന്നില്ല. നിങ്ങളുടെ സമീപനം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവ രീതി, നിങ്ങളുടെ സ്നേഹം, ഇതിനൊന്നും ഈ വ്യക്തി വില കൽപ്പിച്ചിരുന്നില്ല. നിങ്ങളൊരു ഭാര്യയോ ഭർത്താവോ ആണെങ്കിൽ നല്ലൊരു ജീവിത പങ്കാളിയായിരുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഈ വ്യക്തിക്ക് കിട്ടാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ ഒരു ജന്മം മുഴുവനും തപസ്സിരുന്നാൽ പോലും നിങ്ങളെ പോലെയുള്ള ഒരു വ്യക്തിയെ ഈ പേഴ്സണിന് ഒരിക്കലും ലഭിക്കുകയില്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്കും തിരിച്ചറിവിലേക്കുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് വളരെയധികം മാറി നിന്ന് ഈ വ്യക്തി നിങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, മുന്നോട്ട് പോകുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവ രീതി, ഇപ്പോഴത്തെ സൗഹൃദ ബന്ധങ്ങൾ, ഇതെല്ലാം തന്നെ ഈ വ്യക്തി മാറി നിന്ന് അന്വേഷിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ മറ്റൊരാളുടെയും പങ്കാളിയാകരുത്, മറ്റൊരാളുടെയും ജീവിതത്തിലേക്ക് നിങ്ങൾ പോകരുത്, നിങ്ങളെ ആരും മോഹിക്കരുത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ വ്യക്തിക്ക് ഇപ്പോൾ പിടിച്ചു കെട്ടാനാകാത്ത ഒരു 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 വളരെയധികം അത്യപൂർവമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. കാരണം ഈ വ്യക്തിക്ക് പല കാര്യങ്ങളെയും നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടും ജോലി സംബന്ധമായിട്ടും ഒക്കെ നോക്കുകയാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും ഈ വ്യക്തിക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും അതിനെ നേടിയെടുക്കുവാനും പല ശത്രുക്കളെയും വീഴ്ത്തിക്കളയുവാനും ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്ര നിസാരക്കാരിയോ അല്ല ഈ വ്യക്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഈ വായനയിൽ വരുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ പലതരത്തിലുള്ള പദ്ധതികളാണ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ജീവിതം എപ്പോഴേ തന്നെ ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ദിവസവും മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് ഒരു വാശിയേറിയ പോരാട്ടം തന്നെയാണ്. കാരണം ഈ വ്യക്തി വാശി കയറിക്കഴിഞ്ഞാൽ ഏതറ്റം വരെയും പോകാനും തയ്യാറുമാണ്. ഈ വ്യക്തി ഇപ്പോൾ പലവരിൽ നിന്നും അകന്നു നിൽക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ആദ്യമേ തൊട്ട് ഈ വ്യക്തിയിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഈ വ്യക്തി പ്രവർത്തിക്കുന്നത് നിർത്തിവെച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സൗഹൃദങ്ങളെയും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സൗഹൃദങ്ങളിലുള്ള കൂട്ടുകാരെയും കൂട്ടുകാരികളെയും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കാം. അവര് ഒരുപക്ഷെ നെഗറ്റീവായിട്ടുള്ള വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരിൽ നിന്നുമൊക്കെയും ഈ പേഴ്സൺ ഇപ്പോൾ അകന്നു നിൽക്കാൻ പഠിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അനാവശ്യമായിട്ടുള്ള ജീവിത രീതികള്, അഡിക്ഷൻസ്, അടിമപ്പെടല്, മോശപ്പെട്ട സ്വഭാവ രീതികള്, അല്ലെങ്കിൽ മദ്യപാനം, പുകവലി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി ദോഷവശങ്ങളായിട്ടുള്ള പ്രവർത്തികളെല്ലാം തന്നെ മാറ്റിവെച്ചതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഈ വ്യക്തിക്ക് ഏത് പേഴ്സൺ ആയാലും ഏത് വ്യക്തിയിലേക്ക് മാറുവാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കും. അതായത് നല്ല രീതിയിൽ തന്നെ മോശപ്പെട്ട വ്യക്തിയാകാനാണെങ്കിൽ അങ്ങനെയും പറ്റും, അതുപോലെ നല്ലൊരു വ്യക്തിയാകാനാണെങ്കിൽ അങ്ങനെയും പറ്റും. ഏതറ്റം വരെയും പോകുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഈ വ്യക്തിയുടെ ഒരു രീതി. അതുകൊണ്ട് ജീവിതത്തിൽ പല വിജയങ്ങളും ഈ വ്യക്തി നേടിയെടുത്തിട്ടുണ്ട്, ഇത്തരം സ്വഭാവ പ്രകൃതം ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരുക എന്നുള്ള ഒരു നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു വാശിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാലാഖമാർ പറയുന്നത് പോലും ഈ വ്യക്തി ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ പരിഗണിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പോലും ഉടനെ തന്നെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ വ്യക്തിയെ സ്വീകരിക്കരുത്. ഈ വ്യക്തിയെ കുറിച്ച് കൃത്യമായിട്ട് ഇനിയും കുറച്ചും കൂടി കൂടുതൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ സ്വീകരിക്കാൻ പാടുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പ്രണയ സന്ദേശങ്ങൾ എടുക്കാം.
എടുത്തിട്ടുണ്ട്. ഞാൻ നിന്നെ അപമാനിച്ചു, എനിക്ക് മാപ്പ് തരണം, എനിക്കൊരു അവസരം തരണം. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി പല കാര്യങ്ങളിൽ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുന്നിൽ വെച്ചോ നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടാകണം. ചിലപ്പോൾ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ കുറെ കാര്യങ്ങളിൽ വളരെയധികം വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളായിരിക്കാം. അത് പണത്തിന്റെയോ വിദ്യാഭ്യാസത്തിന്റെയോ മതത്തിന്റെയോ ഒക്കെ പേരിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിലും ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് ആയിരിക്കാം. നിന്നിലേക്ക് വരുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അടുത്തത് ലഭിച്ചിട്ടുള്ളത്. അതെ, എല്ലാ ബന്ധനങ്ങളും അഴിച്ച് നിന്റെ അടുത്തേക്ക് ഞാൻ വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ? അതെ. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് അനാവശ്യമായിട്ടുള്ള സൗഹൃദങ്ങള്, വ്യക്തികള് ഇനിയും ഈ വ്യക്തിക്ക് പോകാം. ഈ പേഴ്സൺ ഇപ്പോൾ വിചാരിക്കുകയാണ് ഏറ്റവും വലിയ മോശപ്പെട്ട വ്യക്തിയായി മാറണം എന്ന് തോന്നിക്കുകയാണെങ്കിൽ അതും ഈ വ്യക്തി ചെയ്യും. അതേസമയം ഏറ്റവും നല്ലൊരു മനുഷ്യനായി മാറണം എന്ന് തോന്നിക്കുകയാണെങ്കിൽ അതും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കും. അങ്ങനെ എന്താണെങ്കിലും ഏറ്റവും അറ്റത്തേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. എന്താണെങ്കിലും ഒന്നില്ലെങ്കിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം എന്ന് പറയുന്ന ഒരു പ്രകൃതമുള്ള ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ മനോവിഷമം ഒക്കെ വരികയാണെങ്കിൽ ഈ പേഴ്സൺ അങ്ങേയറ്റം ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകും. തകർന്നാൽ അങ്ങേയറ്റം തകരും, ഉയർച്ചയാണെങ്കിൽ അങ്ങേയറ്റം ഉയർച്ചയുമാണ്. ഇത്രയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, കമന്റ്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.